മച്ചാന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ടതുകൊണ്ട് ഞാൻ വേറെ നീട്ടി പോകുന്നൊന്നുമില്ല. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, നമ്മളെ വലിയ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, അതിൽ നമുക്ക് മൂടെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം അതിലൊരു മൊട്ട് വന്ന് നിൽപ്പുണ്ടെന്ന് നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അതിൻ്റെ പൂ വിരിഞ്ഞത് നമ്മൾ തമ്മിൽ ഫോട്ടോ എടുത്തിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുക നമ്മുടെ ചാനൽ മറക്കാൻ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ കാഴ്ചകളിലോട്ട് പോയിട്ടാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതോ അങ്ങ് നിൽപ്പുണ്ട് കേട്ടോ, അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഇതോ ഒരു പൂ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ആ കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ അതിൻ്റെ പൂ വന്നിട്ട് നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽപ്പുണ്ടായിരുന്നേ. ഈ രാത്രിയാണ് ഇത് നല്ല രീതിയിൽ വിരിഞ്ഞിരിക്കുന്നത്. രാവിലെയൊക്കെ ആയി വരുമ്പോൾ പിന്നെ ഇത് പയ്യെ പയ്യെ വാടി 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 ഈ കാണുന്നത് പോലെ ആവുകയെ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പൂവിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ കാഴ്ചകളിലോട്ട് പോകാം ഗൈസ്. ഈ കാണുന്ന ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ മൂടിരിക്കുന്നത് ദാ ഇപ്പുറത്താണ്, പക്ഷേ അതിൽ പൂ നിൽക്കുന്നത് ദോ അങ്ങാണ്. ഇതിന് എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂട് നമ്മൾ മുറിച്ച് മാറ്റിയിട്ടും ഇതിൽ വീണ്ടും പൂ വന്ന് നിൽക്കുന്ന കേട്ടോ. ഒരു മൊട്ട് വന്നു, എന്തായാലും ആ മൊട്ട് വിരിഞ്ഞു. പിന്നെ എന്തായാലും ഉറപ്പുണ്ട് അതിലെന്തായാലും ഒരു ചെറിയ കായെങ്കിലും കിട്ടുമെന്ന് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ട് സന്തോഷമുണ്ട് കേട്ടോ, മൂടില്ലാതിരുന്നിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു പൂ കിട്ടിയത്. തൊട്ട് ഇപ്പോൾ സൈഡിലായിട്ടും നമ്മൾ വേറെ ഒന്ന് നട്ടിട്ടുണ്ട്, അതിൽ മൊട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ മൊട്ട് വന്നത് മൂടില്ലാതെ നിന്നതിലാണ് കേട്ടോ ഇപ്പോൾ മൊട്ട് വന്ന് അതിൽ പൂത്ത് നിൽക്കുന്നത്. പണ്ട് നമുക്കിതിൽ ഒരുപാട് പൂക്കളും ഒരുപാട് കായ്കളും കിട്ടിയായിരുന്നു. പക്ഷെ നമ്മൾ ഈ മൂട് മുറിച്ച് മാറ്റിയതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഒരു പൂ വന്നത്. അതാണ് നമ്മൾ തമ്മിൽ കൊടുത്തിരുന്ന ആദ്യമായിട്ട് പൂത്ത പൂവ്. അതുപോലെ തന്നെ രാത്രി വിരിയുന്ന ഡ്രാഗൺ ഫ്രൂട്ട്, ഇത് രാത്രിയാണ് നല്ല രീതിയിൽ വിരിഞ്ഞ് നിൽക്കുന്നത്, കാണാൻ ഭംഗിയെന്ന് പറയുന്നത്. ഞാൻ തമ്മിൽ കൊടുത്ത ഫോട്ടോ എന്ന് പറയുന്നത് രാത്രി എടുത്ത ഫോട്ടോയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ മൂട് ഇപ്പുറത്തേക്കുന്നു, അത് ബാക്കി അങ്ങ് നിൽക്കുന്നു. പക്ഷേ ആ കല്ലിൽ പിടിച്ചിരിക്കുന്ന വേരിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അതിലൊരു പൂ നിൽക്കുന്നത് കേട്ടോ, ഇതുപോലെ വാടിപ്പോവാതെ. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ കാഴ്ചകൾ കാണിച്ചു തന്നല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ഇട്ടുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിലൊരു മൊട്ട് നിന്നതായിരുന്നു. ഇപ്പോഴത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിലൊരു പൂ വന്നതായിരുന്നു. ഇനി നമുക്ക് അടുത്തോടെ വരുന്ന വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ നമുക്കൊരു കാ കിട്ടുമല്ലോ. അപ്പോൾ അതായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലുള്ളത് റെഡ് ആണോ വൈറ്റ് ആണോ ഏതാണെന്ന് കളർ ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക് കേട്ടോ, അതൊക്കെ ഒരു സന്തോഷമല്ലേ. അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, അഭിപ്രായമെല്ലാം കമൻറ്റായിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ് നല്ല നല്ല കാഴ്ചകളായിട്ട് ആൻ്റെ വ്ളോഗിൽ നിന്ന് നമ്മുടെ ചാനൽ നിങ്ങളുടെ മുമ്പിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.